വ്യോമയാന മന്ത്രി രാംനായിഡു അദ്ദേഹം അവിടേക്ക് പുറപ്പെടുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. വിമാനത്താവളത്തിലും പരിസരത്തും പൂർണ്ണമായും വലിയ അടിയന്തരാവസ്ഥ. കാരണം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വിമാനം പൂർണ്ണമായും കത്തിയമർന്നുണ്ട്. ഒരു തരി പോലും ശേഷിക്കാത്ത രൂപത്തിൽ വിമാനം പൂർണ്ണമായും കത്തിയമരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പറന്നുയർന്ന ഉടൻ 1:17 അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നു. 1:50 മുൻപായി 1:42 വിമാനം പൂർണ്ണമായും കത്തിയമർന്നാണ് താഴേക്ക് പതിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. കാരണം ആ മേഖലയിൽ പൂർണ്ണമായും തീ പടർന്നിരിക്കുന്നു. വിമാനം പൂർണ്ണമായും കത്തിയിരിക്കുന്നു. 242 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 8 ക്രൂ മെമ്പേഴ്സും 2 പൈലറ്റുമാരും. വിമാനം പൂർണ്ണമായും കത്തിയമർന്ന രൂപത്തിലാണ് താഴേക്ക് പതിക്കുന്നത്. അതൊരു പക്ഷേ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലേക്ക് അതിൻ്റെ പട്ടികയിലേക്കായിരിക്കും ഈ ദുരന്തവും ചേർത്ത് വെക്കാൻ പോകുന്നത്. അത്രയും വലിയ അപകടമാണ്, അത്രയും വലിയ ദുരന്തമാണ് നമ്മളുടെ അനുഭവത്തിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ളതിൽ വലിയ ദുരന്തം, വലിയ അപകടം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. അതുമാത്രമല്ല, വലിയ ജനവാസ മേഖലയാണത്. ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ ആ രൂപത്തിൽ ആൾനാശം ഉണ്ടായിട്ടുണ്ടോ, അപകടം ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി വരുമ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ജനവാസ കേന്ദ്രത്തിലേക്ക്, വീടുകളുടെ മുകളിലേക്കാണ് വിമാനം കത്തിയമർന്ന് ഇടിച്ചിറങ്ങുന്നത്. അതൊരു പക്ഷേ അപകടത്തിൻ്റെ വ്യാപ്തി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും എയർ ഇന്ത്യയുടെ വിശദീകരണം ആദ്യഘട്ടത്തിൽ വരുന്നത് ഞങ്ങൾ പരിശോധിക്കുകയാണ്, എന്താണ് അപകടത്തിൻ്റെ കാരണമെന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് എയർ ഇന്ത്യ ആദ്യഘട്ടത്തിൽ നൽകിയ വിശദീകരണം. അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് മാത്രമാണ് ഇനി അറിയേണ്ടത്. യാത്രക്കാരിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, വിദേശികളുണ്ടായിരുന്നോ എന്ന കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. യാത്രക്കാരുടെ പൂർണ്ണമായ വിവരങ്ങൾ എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നുകൂടി മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണിയുടെ ബന്ധു വിമാനത്തിലുണ്ടായിരുന്നു എന്നൊരു വിവരം കൂടി ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്നുണ്ട്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 242 യാത്രക്കാരുണ്ടായിരുന്നു. വിമാനം പറന്നുയർന്ന ഉടൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. പറന്നുയർന്ന ഉടൻ കത്തിയമർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വിമാനം പറന്നുയരുന്നു. അതിനുശേഷം അപകടത്തിൻ്റെ സൂചനകൾ കാണുന്നു. വിമാനം താഴേക്ക് വരുന്നു, കത്തിയമർന്ന് കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് പതിക്കുന്നു. അതാണ് നമ്മൾ കണ്ട അപകടം.